ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എസ് ബ്ലോക്ക് എലമെന്റ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പ്രോപ്പർട്ടീസ് ആണ്. നമ്മൾ ബ്ലോക്ക് എഴുതാൻ പഠിച്ചു, ഗ്രൂപ്പ് എഴുതാൻ പഠിച്ചു, അതുപോലെ തന്നെ എന്ത് പഠിച്ചു, പീരീഡ് ഒക്കെ പഠിച്ചതാണ്. ഇനി ഈ എസ് ബ്ലോക്കിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പ്രോപ്പർട്ടീസ് പഠിക്കാനുണ്ട്. അതിനു മുമ്പ് കുറച്ച് കാര്യം നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അയോണൈസേഷൻ എനർജി, ഇലക്ട്രോനെഗറ്റിവിറ്റി, ആറ്റത്തിന്റെ സൈസ്, ഇതൊക്കെ നമുക്ക് ഇതിൽ മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ എസ് ബ്ലോക്ക് എലമെന്റ്സിന്റെ ആറ്റത്തിന്റെ സൈസ് നമുക്ക് നോക്കാം. അതായത് അറ്റോമിക് സൈസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫ്രം ടോപ്പ് ടു ബോട്ടം ദ അറ്റോമിക് സൈസ് ഇൻക്രീസസ്. അതായത് മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന സമയത്ത് എന്താവും, അറ്റോമിക് സൈസ്, അതായത് ആറ്റത്തിന്റെ സൈസ് എന്ത് ചെയ്യും, കൂടും. ഈ ഓരോ എലമെന്റ്സിന്റെ അറ്റോമിക് സൈസ് എന്ത് ചെയ്യും, കൂടും. അതായത് ഇവിടെ ചെറുതാണെങ്കിൽ ഇങ്ങനെ വലുതായിക്കൊണ്ട് പോകും. അതെങ്ങനെ ആലോചിച്ച് വെക്കാം, നമുക്ക് എങ്ങനെ ഓർത്ത് വെക്കാം ഈ ഒരു പോയിന്റ്. അതായത് നമ്മളിലെ എയറോപ്ലെയിൻ കണ്ടിട്ടുണ്ടാവില്ലേ, ഈ എയറോപ്ലെയിനൊക്കെ മുകളിലേക്ക് കൂടി പോകുന്ന സമയത്ത് അതിന്റെ സൈസ് എന്ന് പറയുന്നത് വളരെയധികം ചെറുതായിരിക്കും. നേരെ മറിച്ച് നമ്മുടെ താഴേക്ക് കൂടി പോകുന്ന സമയത്ത് എന്താകും, അതിന്റെ സൈസ് എന്ന് പറയുന്നത് കൂടിക്കൊണ്ട് വരും അല്ലെ. നമ്മുടെ സൈസ് എന്ന് പറയുന്നത് കൂടും. താഴേക്ക് വരുന്ന സമയത്ത് അതിന്റെ അറ്റോമിക് സൈസ് എന്ന് പറയുന്നത് കൂടിക്കൊണ്ടിരിക്കും. അതുപോലെ നമ്മുടെ ഇതിലെ കാണുന്ന ഗ്രൂപ്പിൽ, അതായത് ഇതിലെ ഓരോ എലമെന്റ്സിന്റെ ഫ്രം ടോപ്പ് ടു ബോട്ടം എന്താവും, അറ്റോമിക് സൈസ് എന്ന് പറയുന്നത് എന്താവും, കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, അതായത് താഴേക്ക് വരുന്ന സമയത്ത് അറ്റോമിക് സൈസ് കൂടും. ഇനി നമ്മൾ എന്താ നോക്കേണ്ടത്, ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, ആ സമയത്ത് എന്ത് സംഭവിക്കും, അറ്റോമിക് സൈസ് എന്ന് പറയുന്നത് ഡിക്രീസ് ആവും. ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് അറ്റോമിക് സൈസ് ഡിക്രീസ് ആവും. ഇത് എങ്ങനെ ആലോചിച്ച് വെക്കാം, അതായത് നമ്മളുടെ ഒരു ടവർ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഈ ഒരു ടവർ ഇവിടുന്ന് കാണുന്ന ഒരാൾക്ക് എന്തായിട്ട് കാണും, വളരെ വലുതായിട്ട് കാണും. നേരെ മറിച്ച് നമ്മൾ ഇങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് എന്ത് സംഭവിക്കും, അതിന്റെ സൈസ് നമുക്ക് ചെറുതായിട്ടേ കാണാൻ പറ്റും അല്ലെ. ഇവിടുന്ന് നോക്കുന്ന സമയത്ത് അതിന്റെ സൈസ് എന്ന് പറയുന്നത് കൂടും. അതുപോലെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് അതിന്റെ സൈസ് എന്ന് പറയുന്നത് കുറയും. അതുപോലെ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് എന്താവും, അറ്റോമിക് സൈസ് എന്ന് പറയുന്നത് കുറഞ്ഞുകൊണ്ടിരിക്കും. ക്ലിയർ ആയില്ലേ? അതായത് ഫ്രം ടോപ്പ് ടു ബോട്ടം എന്താവും, അറ്റോമിക് സൈസ് ഇൻക്രീസസ്. ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് എന്താവും, അറ്റോമിക് സൈസ് ഡിക്രീസസ്. ക്ലിയർ ആയില്ലേ? എന്താണ് ഈ അയോണൈസേഷൻ എനർജി, അതുപോലെ എന്താണ് ഇലക്ട്രോനെഗറ്റിവിറ്റി, അത് നമുക്ക് നോക്കാം. കാരണം നമുക്ക് എസ് ബ്ലോക്കിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുമ്പോൾ ആവശ്യമുള്ളതെന്ന് ഓൾറെഡി പറഞ്ഞതാണല്ലോ. എന്താണ് ഈ അയോണൈസേഷൻ എനർജി എന്ന് പറയുന്നത്? അയോണൈസേഷൻ എനർജി എന്ന് പറയുന്നത് it is the amount of energy to remove loosely bounded electron. അതായത് നമ്മുടെ ലൂസ്ലി ബൗണ്ടഡ് ആയ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന എനർജി, അതാണ് നമ്മുടെ അയോണൈസേഷൻ എനർജി എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു എലമെന്റ് എടുക്കുന്നു, അതായത് നമ്മൾ സോഡിയം എടുക്കുന്നു. നമ്മുടെ സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11 ആണ്. ഓക്കെ, 281. ഇതിൽ ലൂസ്ലി ബൗണ്ടഡ് ആയ ഇലക്ട്രോൺ നമ്മൾ 1 ആണ്. ഈ 1നെ നമുക്ക് റിമൂവ് ചെയ്യാൻ നല്ലോണം എനർജി ഒന്നും ആവശ്യമില്ല. കാരണം 2 8, ഇതിൽ 8 എന്ന് പറയുന്നത് ഒക്ടറ്റ് റൂൾ, അതായത് സ്റ്റേബിളായി നിൽക്കാൻ വേണ്ടിയിട്ട് ഈ ഇലക്ട്രോണിന് ഡൊണേറ്റ് ചെയ്യാൻ ആര് തയ്യാറാണ്, നമ്മുടെ സോഡിയം തയ്യാറാണ്. അപ്പോൾ നമുക്ക് ഇവിടെ യൂസ് ചെയ്യേണ്ട എനർജി എന്ന് പറയുന്നത് വളരെ കുറവാണ്. നമുക്ക് കുറേ എനർജി ഒന്നും ഈ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ ആവശ്യമില്ല. അതായത് നമ്മുടെ അയോണൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇത് ഈ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാനുള്ള എനർജിയാണ്. അതായത് ലൂസ്ലി ബൗണ്ടഡ് ആയ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന എനർജിയാണ് നമ്മൾ അയോണൈസേഷൻ എന്ന് പറയുന്നത്. ഈ സോഡിയം, അത് Na എന്ന് പറയുന്നത് നമ്മുടെ സോഡിയം, ഇത് ഏത് ബ്ലോക്ക് എലമെന്റ് ആണ്, എസ് ബ്ലോക്ക് എലമെന്റ് ആണ്. ഇവിടെ റിമൂവ് ചെയ്യേണ്ട എനർജി എന്ന് പറയുന്നത് കുറവാണ്. അതായത് അയോണൈസേഷൻ എന്ന് പറയുന്നത് എസ് ബ്ലോക്കിൽ എന്താണ്, കുറവാണ്. അതാണ് പറഞ്ഞത്. അതായത് സോഡിയത്തിന്റെ സംബന്ധിച്ച് എസ് ബ്ലോക്ക് എലമെന്റ് ആണ്, എസ് ബ്ലോക്ക് എലമെന്റ് ആണ്. ആ എസ് ബ്ലോക്കിന്റെ പ്രത്യേകത എന്താണ്, അയോണൈസേഷൻ എനർജി എന്ന് പറയുന്നത് വളരെയധികം കുറവാണ്. ക്ലിയർ ആയില്ലേ? അയോണൈസേഷൻ ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. ഇനി എന്താണ് ഇലക്ട്രോനെഗറ്റിവിറ്റി, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താണ് ഇലക്ട്രോനെഗറ്റിവിറ്റി പറഞ്ഞാൽ, അതായത് ഒന്നുമില്ല, ഇറ്റ് ഈസ് എ ടെൻഡൻസി ഓഫ് ആൻ ആറ്റം ടു അട്രാക്ട് ദ ഇലക്ട്രോൺ ടു ഇറ്റ് സെൽഫ്. ഇലക്ട്രോൺ, അതായത് ഒരു ആറ്റത്തിന്റെ കപ്പാസിറ്റി, അതായത് ടെൻഡൻസിയാണ്. അതായത് ഇലക്ട്രോണിനെ ഇങ്ങോട്ടേക്ക് വലിക്കാനുള്ള ഒരു ടെൻഡൻസിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. അതായത് മിസ് എന്ത് ചെയ്യുന്നു, ഒരു കേസ് എടുക്കുന്നു. അതായത് നമ്മൾ സോഡിയത്തിന് വീണ്ടും ഒന്ന് എടുക്കുന്നുണ്ട്, അതുപോലെ നമ്മളെ ക്ലോറിനെ എടുക്കുന്നുണ്ട്. സോഡിയം എന്ന് പറയുന്നത് എസ് ബ്ലോക്ക് എലമെന്റ് ആണ്, ക്ലോറിൻ എന്ന് പറയുന്നത് ഒരു പി ബ്ലോക്ക് എലമെന്റ് ആണ്. സോഡിയത്തിന്റെ ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതുക, 281. അതുപോലെ ക്ലോറിൻ്റെത് എന്താണ്, 287. ഓക്കെ, ക്ലോറിൻ്റെത് 287. അപ്പോൾ ഇതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ളത് 1 ഇലക്ട്രോൺ ആണ്. അതുപോലെ ക്ലോറിൻ്റെത് 7 ഇലക്ട്രോൺ ആണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ളത്. അതായത് ഔട്ടർ മോസ്റ്റ് ഷെൽ ഇതാണെങ്കിൽ അതിൻ്റെ പുറത്തുള്ളത് 1 ഇലക്ട്രോൺ ആണ്. ഇതിൻ്റെ കേസിൽ 7 എണ്ണം ഉണ്ട്. 1 2 3 4 5 6 7.
ഇത് രണ്ടും കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ ഇലക്ട്രോണിന് ആര് വിട്ടു കൊടുക്കുന്നുണ്ട്? നമ്മളെ സോഡിയം വിട്ടു കൊടുക്കും. അതായത് ഇവിടെ ക്ലോറിൻ എന്താക്കും? ഈ ഒരു കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന സമയത്ത് ഈ ഇലക്ട്രോണിനെ ഇങ്ങോട്ടേക്ക് വലിക്കാൻ എന്ത് ചെയ്യും? ടെൻഡൻസി ഉണ്ടാവും. കാരണം ഇവിടെ നോക്ക് 7 ഇലക്ട്രോൺസ് ഉണ്ട്, ഒന്നിനെ ഇങ്ങോട്ടേക്ക് വലിക്കാനുള്ള ടെൻഡൻസി ആർക്ക് കൂടുതലായിരിക്കും? നമ്മുടെ ക്ലോറിന് കൂടുതലായിരിക്കും. ഇതിന് എന്താണ്? അതിന് ആ ഒരു ടെൻഡൻസി കുറവാണ്. അതായത് നമ്മുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത് ഇവിടെ ആർക്ക് കുറവാണ്? നമ്മുടെ എസ് ബ്ലോക്ക് എലമെന്റിന് കുറവാണ്. അയോണൈസേഷൻ എനർജിയും കുറവാണ് എസ് ബ്ലോക്ക് എലമെന്റ്സിന്. അതുപോലെ ഇലക്ട്രോനെഗറ്റിവിറ്റിയും എന്താണ്? കുറവാണ്. ഇലക്ട്രോനെഗറ്റിവിറ്റിയും ആർക്ക് കുറവാണ്? നമ്മുടെ എസ് ബ്ലോക്കിന് കുറവാണ്. ഇതാണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി. അതുപോലെ പി ബ്ലോക്കിന്റെ കേസ് ആണെങ്കിൽ നമുക്ക് അവിടെ ഭയങ്കര ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലാണ്. ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ആർക്കാണുള്ളത്? അത് നമ്മുടെ ഫ്ലോറിനാണ്. നമ്മളെ ഫ്ലൂറിനാണ് ഏറ്റവും അധികം ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള എലമെന്റ് എന്ന് പറയുന്നത്. എക്സാമിന് 1 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണ്, വിച്ച് ഈസ് ദ മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ്. അങ്ങനെ ചോദിച്ചാൽ എൻ്റെ ഉത്തരം ഫ്ലൂറിനാണ്, തെറ്റിക്കരുത്. ഫ്ലൂറിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 9 ആണ്. അപ്പോൾ 9 ആണ് അറ്റോമിക് നമ്പർ ഫ്ലൂറിൻ്റെത്. അങ്ങനെയാണെങ്കിൽ എഫ് ആണ് കേട്ടോ, FL എഫ് ആണ് നമ്മൾ ഫ്ലൂറിൻ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റത്തെ ഷെല്ലിൽ എത്ര ഉണ്ടാവും? 2 ഇലക്ട്രോൺ ഉണ്ടാവും. രണ്ടാമത്തെ ഷെല്ലിൽ എത്ര ഉണ്ടാവും? 1 2 3 4 5 6 7 ഇലക്ട്രോൺസ് ആണ് നമ്മളെ ഫ്ലൂറിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഉണ്ടാവില്ല. അപ്പോൾ ആറ്റത്തിനെ അട്രാക്ട് ചെയ്യുന്ന ടെൻഡൻസി ആർക്കാണ് കൂടുതൽ? നമ്മൾ ഫ്ലൂറിന് ആണ് കൂടുതൽ. ക്ലിയർ ആയില്ലേ? അപ്പോൾ എസ് ബ്ലോക്ക് എലമെന്റ്സിന് ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവും പി ബ്ലോക്ക് എലമെന്റ്സിന് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലുമാണ്. ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എസ് ബ്ലോക്ക് എലമെന്റ് ക്യാരക്ടറിസ്റ്റിക്സ് പ്രോപ്പർട്ടീസ് ആണ്. നമ്മൾ ഓൾറെഡി അയോണൈസേഷൻ എനർജിയും ഇലക്ട്രോനെഗറ്റിവിറ്റിയും ഒക്കെ പറഞ്ഞു. അത് വെച്ചുകൊണ്ടാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് പ്രോപ്പർട്ടീസ് നോക്കുന്നത്. നമ്മുടെ എസ് ബ്ലോക്കിന്റെ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടിയിൽ ഫസ്റ്റ് വൺ എന്താണ്? ദേ ആർ ഓക്സൈഡ്സ് ആൻഡ് ഹൈഡ്രോക്സൈഡ് ഇൻ ബേസിക് നേച്ചർ. അതായത് അവരെന്ത് ഫോം ചെയ്യുന്നുണ്ട്? ഓക്സൈഡും ഹൈഡ്രോക്സൈഡും ഫോം ചെയ്യുന്നുണ്ട്. അതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എന്ത് പറയാം? സോഡിയം ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യുന്നില്ലേ? NaOH. അതൊരു എസ് ബ്ലോക്ക് എലമെന്റ് ആണ്. അതുപോലെ ഓക്സൈഡ് ഫോം ചെയ്യുന്നത് നമ്മൾ MgO. ഇതൊരു ഓക്സൈഡ് ഫോം ചെയ്യുന്നില്ലേ? ഇതൊക്കെ എസ് ബ്ലോക്ക് എലമെന്റ്സ് ആണ്. അതെന്ത് ചെയ്യുന്നുണ്ട്? ദേ ഫോം ഓക്സൈഡ് ആൻഡ് ഹൈഡ്രോക്സൈഡ്. നെക്സ്റ്റ് ദേ ഫോം അയോണിക് ബോണ്ട്. അയോണിക് ബോണ്ട് പറയുമ്പോൾ അപ്പം നമുക്ക് എന്ത് ആലോചിക്കാൻ വരും? നമ്മുടെ ആലോചനയിൽ NaCl വരും. നമ്മൾ അപ്പം അത് ആലോചിക്കും. NaCl എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സോഡിയം ക്ലോറൈഡ്, അതായത് നമ്മുടെ കോമൺ സാൾട്ട്, അതൊക്കെ തന്നെയാണ് ഈ NaCl. അത് എന്ത് ബോണ്ടാണ് ഫോം ചെയ്യുന്നത്? അയോണിക് ബോണ്ടാണ് ഫോം ചെയ്യുന്നത്. അതായത് Na ഡൊണേറ്റ് ചെയ്യും, അതായത് Na+, അതുപോലെ ക്ലോറിൻ മൈനസ്. അതായത് നമ്മൾ ഡൊണേറ്റ് ചെയ്യുന്ന ആൾക്കാർ എന്താണ്? അവർക്ക് പോസിറ്റീവ് ആണ്. പക്ഷെ എന്താണ് സംഭവിക്കുന്നത്? ഇലക്ട്രോൺ ഡിക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. പക്ഷെ എന്താണ് സംഭവിക്കുന്നത്? അവർക്ക് പോസിറ്റീവ് ആണ് സൈൻ വരുന്നത്. അതുപോലെ ക്ലോറിൻസ് കേസിൽ നെഗറ്റീവ് ആണ്. അത് അക്സെപ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ സോഡിയം എന്ന് പറയുന്നത് എന്താണ്? അയോണിക് ബോണ്ടിൽ ഫോം ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ എസ് ബ്ലോക്ക് എലമെന്റ്സ് അയോണിക് ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്താണ്? ദേ ആർ മോർ മെറ്റാലിക് ക്യാരക്ടേഴ്സ്. അതായത് ദേ ഡൊണേറ്റ് ഇലക്ട്രോൺസ്. അതുകൊണ്ട് മെറ്റാലിക് ക്യാരക്ടറാണ് ആർക്കുള്ളത്? നമ്മുടെ എസ് ബ്ലോക്ക് എലമെന്റ്സിനുള്ളത്. നെക്സ്റ്റ് നമ്മൾ അയോണൈസേഷൻ എനർജിയും ഇലക്ട്രോനെഗറ്റിവിറ്റിയും. ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെയാണ്. അയോണൈസേഷൻ എനർജിയും ഇലക്ട്രോനെഗറ്റിവിറ്റിയും ആർക്ക് കുറവാണ്? നമ്മുടെ എസ് ബ്ലോക്ക് എലമെന്റ്സ്. അതായത് അതിന് കുറവാണ്. അയോണൈസേഷൻ എനർജി എന്ന് പറഞ്ഞാൽ നമ്മളെ ടെൻഡൻസിറ്റി ടു റിമൂവ് ദ ലൂസ്ലി ബൗണ്ടഡ് ആറ്റം. അതായത് ഇപ്പോൾ Na നമ്മൾ പറഞ്ഞു 11 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. അത് ലാസ്റ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 281. ആ 1 ഇലക്ട്രോൺ റിമൂവ് ചെയ്യാൻ പണിയൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അതുപോലെ ഇലക്ട്രോനെഗറ്റിവിറ്റിയൊന്നും ആർക്കാണ് കുറവ്? നമ്മുടെ എസ് ബ്ലോക്ക് എലമെന്റ്സിന് കുറവാണ്. ക്ലിയർ ആയില്ലേ? നമ്മുടെ എസ് ബ്ലോക്ക് എലമെന്റ്സിന് ഈ ഇലക്ട്രോനെഗറ്റിവിറ്റിയും കുറവാണ്. കാരണം എന്ത് ചെയ്യുന്നുണ്ട്? സോഡിയം അങ്ങോട്ട് ഇലക്ട്രോൺസിന് കൊടുക്കുകയാണ്. അത് ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യുന്നില്ല? അട്രാക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് ആർക്ക് കുറവാണ്? ഇലക്ട്രോനെഗറ്റിവിറ്റി നമ്മളെ എസ് ബ്ലോക്ക് എലമെന്റ്സിന് കുറവാണ്. അതായത് ദേ ഫോം ഓക്സൈഡ്സ് ആൻഡ് ഹൈഡ്രോക്സൈഡ്സ്. ദേ ഫോം അയോണിക് ബോണ്ട്. ദേ ആർ മോർ മെറ്റാലിക് ഇൻ നേച്ചർ. നാലാമത്തെ പോയിന്റ് ദേ ലെസ് അയോണൈസേഷൻ എനർജി. ആൻഡ് ഫിഫ്ത്ത് പോയിന്റ് എന്ന് പറയുന്നത് നമ്മളെ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്നത് ലെസ് ആണ്. ഇതാണ് എസ് ബ്ലോക്ക് എലമെന്റ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പി ബ്ലോക്ക് എലമെന്റ്സിനെ പറ്റിയാണ്. അതിന്റെ ഗ്രൂപ്പ് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യും, ബ്ലോക്ക് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യും, അതുപോലെ പീരീഡ് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യും, പിന്നെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് പ്രോപ്പർട്ടീസ്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഞാനൊരു എലമെന്റ് എടുക്കുകയാണ്. ഒരു എലമെന്റ് എടുത്തു കഴിഞ്ഞു. നമ്മുടെ ഒരു ക്ലോറിൻ എടുക്കുകയാണ്. ക്ലോറിൻ
എടുക്കുകയാണ്. ക്ലോറിൻ്റെ അറ്റോമിക് നമ്പർ 17. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറയുന്നുണ്ട്, ഗ്രൂപ്പ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറയുന്നുണ്ട്, അതുപോലെ ബ്ലോക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറയുന്നു, അതുപോലെ എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറയുന്നുണ്ട്, നമ്മൾ പീരീഡും കൂടി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. ഓക്കെ, ഇതിൽ ബ്ലോക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കോമൺ ആണ്. നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ ബ്ലോക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം? നമ്മൾ എന്ത് ചെയ്യണം? സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. അതായത് 17 ക്ലോറിൻ 17 ആണ്, അതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഫസ്റ്റ് എഴുതാം. അതായത് 1s2 2s2 2p6 3s2 3p5. ഇനി കൗണ്ട് ചെയ്യാം. 2 + 2 = 4, 4 + 6 10, 10 + 2 12 and 12 + 5 17. അപ്പോൾ നമുക്ക് ക്ലോറിൻ 17 കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇത് ഏത് ബ്ലോക്കിലാണ്? നമ്മൾ പി ബ്ലോക്കിലാണ്. കാരണം എന്താ? ലാസ്റ്റ് ഇലക്ട്രോൺ എവിടെയാണ് എൻ്റർ ചെയ്യുന്നത്? നമ്മുടെ പി ബ്ലോക്കിലാണ് എൻ്റർ ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ഗ്രൂപ്പ് എന്താണ്? പി ബ്ലോക്ക് ആണ്. ഓക്കെ, ഇത് പി ബ്ലോക്ക് ആണ്. നെക്സ്റ്റ് ഇതിൻ്റെ പീരീഡ് ഒന്ന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇതിൻ്റെ പീരീഡ് എങ്ങനെയാണ് കിട്ടല്? സബ്ഷെല്ലിൻ്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ നമ്പറാണ്. ഇവിടെ നോക്കാൻ നമുക്ക് 3 ആണ് വലുതായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? പീരീഡ് നമ്മൾ 3 ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോറി, ഗ്രൂപ്പ് ബ്ലോക്കാണ് നമ്മളെ പി ബ്ലോക്ക്. ഓക്കെ, ഇനി ഗ്രൂപ്പാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്. എങ്ങനെയാണ് നമ്മൾ ഗ്രൂപ്പ് ഫൈൻഡ് ഔട്ട് ചെയ്യൽ? എസിൻ്റെ കേസിലാണെങ്കിൽ ആകെ 1 and 2 മാത്രമേ ഉള്ളൂ. അതായത് ലാസ്റ്റ് ഇലക്ട്രോണിൽ 1 ആണെങ്കിൽ ഗ്രൂപ്പ് 1, 2 ആണെങ്കിൽ നമ്മുടെ ഗ്രൂപ്പ് 2. പക്ഷെ പി ബ്ലോക്കിൽ നമ്മൾ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യും? അതും സിമ്പിളാണ്. നമ്മൾ പിയിൽ മാക്സിമം എത്ര ഇവിടെ ഉള്ളത്? ലാസ്റ്റ് ഇലക്ട്രോൺ എത്രയാണ് എൻ്റർ ചെയ്തിട്ടുള്ളത്? ഇവിടെ പിയിൽ ഇലക്ട്രോൺ മാക്സിമം എൻ്റർ ചെയ്തിട്ടുള്ളത് 5 ആണ്. അതായത് ഇവിടെ പിയിൽ നമുക്ക് എത്ര ഇലക്ട്രോൺസ് എൻ്റർ ചെയ്തിട്ടുണ്ട്? 5 ഇലക്ട്രോൺസ് എൻ്റർ ചെയ്തിട്ടുണ്ട്. ആ 5 ഇലക്ട്രോൺസിൻ്റെ ഒന്നിച്ച് എന്ത് ചെയ്യണം? നമ്മൾ 12 ആഡ് ചെയ്യണം. അതായത് 12 ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 17 കിട്ടും. ഇതാണ് ഇതിൻ്റെ ഗ്രൂപ്പ് നമ്പർ. ഇതിൽ 17 ആണ് ഇതിൻ്റെ ഗ്രൂപ്പ് നമ്പർ. ഓക്കെ, എന്തിനാണ് നമ്മൾ ഈ 12 ആഡ് ചെയ്യുന്നത്? എന്തിനാണ് ഈ 12 ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പി ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 30 മുതലാണ്. അതുകൊണ്ടാണ് ഈ 12 വരെ ആഡ് ചെയ്യുന്നത്. 12 ആഡ് ചെയ്യാൻ കാരണം അങ്ങനെയാണ്. ഒരു പി ബ്ലോക്ക് എലമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? പിയിൽ എത്ര ഇലക്ട്രോൺസ് എൻ്റർ ചെയ്യുന്നു, പിയിൽ എൻ്റർ ചെയ്യുന്ന ഇലക്ട്രോൺസിൻ്റെ നമ്പറിനൊന്നിച്ച് എന്ത് ആഡ് ചെയ്യണം? നമ്മൾ 12 ആഡ് ചെയ്യണം. അതായത് പിയിൽ 4 ആണ് ലാസ്റ്റ് എൻ്റർ ചെയ്തിട്ടുള്ളതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ 4-നൊന്നിച്ചാണ് 12 ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഈ 12 കോമൺ ആണ്. ഇതിന് നമുക്ക് മറ്റേത് എന്ത് ചെയ്യണം? നമ്മൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിട്ട് അത് ലാസ്റ്റ് ഇലക്ട്രോൺ എത്രയാണോ അതിനൊന്നിച്ചാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്തു ക്ലോറിൻ്റെ കേസിൽ. അത് സത്യമാണോ നമുക്കൊന്ന് നോക്കാം. ക്ലോറിൻ്റെ കേസിൽ എന്താ ഫൈൻഡ് ഔട്ട് ചെയ്തത്? പി ബ്ലോക്ക് ആണ്, പീരീഡ് 3 ആണ്, ഗ്രൂപ്പ് 17 ആണ്. ഇത് ശരിയാണോ എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഇതാണ് ക്ലോറിൻ. ഇവിടെയാണ് നമ്മുടെ ക്ലോറിൻ ഉള്ളത്. ഓക്കെ, ഇതാണ് നമ്മുടെ ക്ലോറിൻ. ഇത് എത്രാമത്തെ ഗ്രൂപ്പാണ്? 17 എന്നാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തത്. നോക്കാലോ. 14 15 16 17 ശരിയാണ്. ഓക്കെ, ഫസ്റ്റത്തെ കാര്യം ശരിയാണ്. ഇനി സെക്കൻഡ് നമ്മൾ പറഞ്ഞു ഇത് പീരീഡ് 3 ആണ്. ശരിയല്ലേ? 1 2 3 ഇവിടെയാണ് ഉള്ളത്. ഓക്കെ, അതും ശരിയാണ്. നെക്സ്റ്റ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇതൊരു പി ബ്ലോക്ക് എലമെന്റ് ആണ്. അതും കൂടി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ശരിയല്ലേ? ഇത് പി ബ്ലോക്കിലല്ലേ വരുന്നത്? ക്ലോറിൻ പി ബ്ലോക്ക് എലമെന്റ് ആണ്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്? ഇതിൻ്റെ പീരീഡ്, ഗ്രൂപ്പ്, അതുപോലെ ബ്ലോക്കും ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. സിമ്പിൾ ആണ്. ഇതിലൊന്ന് ശ്രദ്ധിക്കാനുള്ളത് ആ ഗ്രൂപ്പിന്റെ കേസ് മാത്രമാണ്. പീരീഡും ബ്ലോക്കും എല്ലായിടത്തും സെയിം ആണ്. ഓക്കെ, ഇതിന്റെ പീരീഡ് എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്ത്? നമ്മളെ പി ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 13 സ്റ്റാർട്ടിംഗ് ആണ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ആഡ് ചെയ്യുന്നത് എന്താണ്? 12 ആണ്. 12-നെന്ന് വെച്ചാൽ നമ്മളെ ലാസ്റ്റ് ഇലക്ട്രോൺ, പിയിൽ ഉള്ള ലാസ്റ്റ് ഇലക്ട്രോൺ കൂടി ആഡ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടുക. ഇത് മാത്രമാണ് ഇതിൽ ശ്രദ്ധിക്കാനുള്ളത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പി ബ്ലോക്ക് എലമെന്റിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് പ്രോപ്പർട്ടീസ് ആണ്. നമ്മൾ പി ബ്ലോക്ക് എലമെന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പ്രോപ്പർട്ടീസ് ആണ് നോക്കാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ പി ബ്ലോക്ക് എലമെന്റ് ക്യാരക്ടറിസ്റ്റിക്സ് പ്രോപ്പർട്ടീസ്. അതിൽ ഫസ്റ്റ് വൺ ഗ്രൂപ്പ് 13 to 18. അതായത് ഗ്രൂപ്പ് 13 to 18 ആണ് നമ്മുടെ പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പീരിയോഡിക് ടേബിൾ കണ്ട സമയത്ത് പറഞ്ഞതാണ്. നെക്സ്റ്റ് ഒരു പോയിന്റ് നോക്കിക്കോളൂ. ഗ്രൂപ്പ് നമ്പർ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ ദ പി ഷെൽ പ്ലസ് 12. നമ്മൾ അതും ഓൾറെഡി കണ്ടതാണ്. ലാസ്റ്റ് ഇലക്ട്രോൺ അത് പി ഷെല്ലിൽ ഇലക്ട്രോൺസ് എത്ര എൻ്റർ ചെയ്തു അതിൻ്റെ ഒന്നിച്ച് നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നു? 12 ആഡ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് എന്ത് കിട്ടുക? ഗ്രൂപ്പ് നമ്പർ കിട്ടുക.
നെക്സ്റ്റ് എന്താണ്? അയോണൈസേഷൻ എനർജി ഈസ് ഹയർ ദാൻ എസ് ബ്ലോക്ക് എലമെന്റ്സ്. അയോണൈസേഷൻ എനർജി ആർക്കാണ് കൂടുതൽ? പി ബ്ലോക്കിലാണ് കുറച്ചും കൂടി കൂടുതൽ. ഇത് നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞ് ഡിസ്കസ് ചെയ്തതാണ്. എസ് ബ്ലോക്കിന് എന്താണ്? കുറവാണ്. അപ്പോൾ പി ബ്ലോക്കിന് കൂടുതലാണ്. നെക്സ്റ്റ് ഇലക്ട്രോ നെഗറ്റിവിറ്റിയുടെ കേസാണ്. അതും ആർക്ക് ഹയർ ആണ്? നമ്മുടെ പി ബ്ലോക്ക് എലമെന്റിന് ഹയർ ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഫ്ലൂറിനാണ് ഏറ്റവും ഇലക്ട്രോ നെഗറ്റീവ് അധികമുള്ള എലമെന്റ് അല്ലേ? ആ എലമെന്റ് എവിടെയാണുള്ളത്? അത് പി ബ്ലോക്കിലാണ് ഉള്ളത്. അതാ പറഞ്ഞത് ഇലക്ട്രോ നെഗറ്റിവിറ്റി ആർക്ക് ഹയർ ആണ്? നമ്മുടെ പി ബ്ലോക്ക് എലമെന്റ്സിന് ഹയർ ആണ്. നെക്സ്റ്റ് പോയിന്റ്, ഇതിൽ എന്തൊക്കെയുണ്ട്? മെറ്റൽസ് ഉണ്ട്, നമ്മുടെ നോൺ മെറ്റൽസ് ഉണ്ട്, അതുപോലെ മെറ്റലോയിഡ്സും കൂടി ഉണ്ട്. അപ്പോൾ മെറ്റൽസ് ഉണ്ട്, മെറ്റലോയിഡ്സ് ഉണ്ട്, നോൺ മെറ്റൽസും കൂടി ഉണ്ട്. ഇതൊക്കെ ഓൾറെഡി പറഞ്ഞതാണ്. നമ്മുടെ എസ് ബ്ലോക്ക് എലമെന്റ്സിന്റെ കുറച്ചൊരു ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവിടെ വരുന്നത്. അയോണൈസേഷൻ എനർജി ആണെങ്കിലും ഇലക്ട്രോനെഗറ്റിവിറ്റി ആണെങ്കിലും ഒക്കെ ഓപ്പോസിറ്റ് ആണ്. എസ് ബ്ലോക്കിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ പി ബ്ലോക്ക് എലമെന്റ്സ് വരുന്നത്. ഇത്രയൊക്കെയാണ് പി ബ്ലോക്ക് എലമെന്റ് കഴിഞ്ഞ് നെക്സ്റ്റ് ഏതാണ്? നമ്മുടെ ഡി ബ്ലോക്ക് എലമെന്റ്. അതായത് നമുക്കൊരു എലമെന്റ് കിട്ടി, അതിന്റെ ഗ്രൂപ്പ് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം, ബ്ലോക്ക് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം, പീരീഡ് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം നോക്കാം. അതിന് എക്സാമ്പിൾ ആയിട്ട് ഞാനൊരു കോപ്പർ എടുക്കുന്നുണ്ട്. കോപ്പറിന്റെ അറ്റോമിക് നമ്പർ 29. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് വിചാരിക്കും. അതിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബ്ലോക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിരിക്കും. നെക്സ്റ്റ് ഗ്രൂപ്പ് ഏതാണ്, അതുപോലെ പീരീഡ് ഏതാണ്. പീരീഡ് അതുപോലെ ഗ്രൂപ്പ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിരിക്കും. നെക്സ്റ്റ് ഗ്രൂപ്പ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ. ഓക്കെ, അപ്പൊ എങ്ങനെ നമ്മൾ ഇതിന്റെ ബ്ലോക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യും? സിമ്പിൾ അല്ലേ, നമ്മൾ പഠിച്ചതല്ലേ. എങ്ങനെയാണ്? ഫസ്റ്റ് എന്ത് എഴുതണം? സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. കോപ്പറിന്റെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, ഒരു സ്പെഷ്യൽ കേസ് ആയിട്ടാണ് പഠിച്ചത്. അതായത് 1s2 2s2 2p6 3s2 3p6 4s1 and 3d10. ഇത് ഓർമ്മയില്ല പറഞ്ഞത് സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയാണ് D10 ആവുന്നതെന്ന്. ഓക്കെ, നമ്മൾ ഈ ഇലക്ട്രോൺ ലാസ്റ്റ് എൻ്റർ ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ ഡി ബ്ലോക്കിലാണ്. അപ്പോൾ ഇത് ഏതാണ്? ഇത് ഒരു ഡി ബ്ലോക്ക് എലമെന്റ് ആണ്. നമ്മുടെ കോപ്പർ എന്ന് പറയുന്നത് ഒരു ഡി ബ്ലോക്ക് എലമെന്റ് ആണ്. നെക്സ്റ്റ് ഇതിന്റെ പീരീഡ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യും? അതായത് സബ്ഷെല്ലിൽ മുമ്പിലുള്ള നമ്പറിൽ ഏറ്റവും വലിയ നമ്പർ. അതായത് ഇവിടെ എസിന്റെ മുമ്പിൽ 4 കാണുന്നുണ്ട്. ഈ 4 ആണ് നമ്മുടെ ഏറ്റവും വലിയ പീരീഡ്, ഏറ്റവും വലിയ നമ്പർ. അത് തന്നെയാണ് ഇവിടെ പീരീഡ് ആയിട്ട് വരുന്നത്. നമ്മുടെ പീരീഡ് എന്ന് പറയുന്നത് 4 ആണ്. ഇനി നമ്മൾ എങ്ങനെ ഇതിന്റെ ഗ്രൂപ്പ് ഫൈൻഡ് ഔട്ട് ചെയ്യും? നമ്മൾ എസിന്റെ കേസിൽ 1 and 2 മാത്രമേ ഉള്ളൂ. പിയുടെ കേസിൽ എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്തത്? ആ പിയുടെ ഇലക്ട്രോൺ ഒന്നിച്ച് 12 ആഡ് ചെയ്തു. അപ്പോൾ ഡി ബ്ലോക്കിൽ എങ്ങനെയാണ്? ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആണ്. എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യും? അതായത് ലാസ്റ്റ് എസിലും ഡിയിലും എൻ്റർ ചെയ്യുന്ന ഇലക്ട്രോൺസിന്റെ സം ആണ്. അതായത് ഇവിടെ എസിൽ 1ഉം ഡിയിൽ 10ഉമാണ്. അതായത് 1 + 10 = 11. അതായത് എസ് ബ്ലോക്കിലുള്ള ഇലക്ട്രോൺസും നമ്മൾ എന്ത് ചെയ്യുന്നു? ഡി ബ്ലോക്കിലെ ഇലക്ട്രോൺസും ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ് നമ്മുടെ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. നമുക്ക് ഗ്രൂപ്പ് എന്ന് പറയുന്നത് 11 ആണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇത് നമുക്ക് ശരിയാണോ ഒന്ന് ചെക്ക് ചെയ്താലോ? നമ്മൾ പീരിയോഡിക് ടേബിൾ എടുത്തിട്ട് ചെക്ക് ചെയ്യാം. നമ്മുടെ പീരിയോഡിക് ടേബിൾ എടുത്തിട്ട് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ ഇതിലെവിടെയാണ് നമ്മുടെ കോപ്പർ ഉള്ളത്? ഓക്കെ, ഇവിടെയാണ് നമ്മുടെ കോപ്പർ ഉള്ളത്. ഇതിന്റെ ഗ്രൂപ്പ് എന്താണ് നമ്മൾ പറഞ്ഞത്? ഗ്രൂപ്പ് 11 എന്നാണ് പറഞ്ഞത്. നമുക്ക് അവിടെ 11 എന്നാണ് കിട്ടിയത്. കറക്റ്റ് ആണ്. ഇവിടെ 11 ആണ് നമ്മുടെ ഗ്രൂപ്പ്, കോപ്പറിന്റെ ഗ്രൂപ്പ്. പിന്നെ പറഞ്ഞത് എന്താണ്? പീരീഡ് 4 ആണ്. അതായത് 1 2 3 4. അത് ശരിയാണ്. നമ്മുടെ കോപ്പറിന്റെ പീരീഡ് എത്രയാണ്? 4 ആണ്. മൂന്നാമത് പറഞ്ഞത് എന്താ? ഇത് ഒരു ഡി ബ്ലോക്ക് എലമെന്റ് ആണ്. ശരിയല്ലേ? ഇത് ഡി ബ്ലോക്ക് എലമെന്റ് അല്ലേ? അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. കോപ്പർ ഏതാണ്? ഗ്രൂപ്പ് 11 ആണ്. അതിന്റെ പീരീഡ് 4 ആണ്. ഡി ബ്ലോക്ക് എലമെന്റ് ആണ്. നമുക്ക് ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് നോക്കുന്നു? ക്യാരക്ടറിസ്റ്റിക്സ് പ്രോപ്പർട്ടീസ് ഓഫ് ഡി ബ്ലോക്ക് എലമെന്റ്സ്. ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പ്രോപ്പർട്ടീസ്. അതിൽ ഫസ്റ്റ് എന്താണ് പറയുന്നത്? ഡി ബ്ലോക്ക് എലമെന്റ്സ് ആർ ദോസ് ഇൻ വിച്ച് ദ ലാസ്റ്റ് ഇലക്ട്രോൺ ഈസ് ഫിൽഡ് ഇൻ ഡി സബ്ഷെൽ ഓഫ് ദ പിനൾട്ടിമേറ്റ് ഷെൽ. പിനൾട്ടിമേറ്റ് ഷെല്ലിലെ ലാസ്റ്റ് ഇലക്ട്രോൺ എവിടെയാണ് ഫില്ല് ചെയ്യുന്നത്? ഡി ബ്ലോക്ക് എലമെന്റ്സിലാണ് ഡി സബ്ഷെല്ലിലാണ് ഫില്ല് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് ഡി ബ്ലോക്ക് എലമെന്റ്
ആണ്. മറ്റേത് എന്താ പറയുന്നത്, ട്രാൻസിഷൻ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ട്രാൻസിഷൻ എലമെന്റ്സ്. ഇതിന് എന്തും കൂടി എന്ന് പറയുന്നുണ്ട്, നമ്മൾ ട്രാൻസിഷൻ എലമെന്റ്സ് എന്നും കൂടി പറയുന്നുണ്ട്. നെക്സ്റ്റ് എന്ത് പറയുന്നുണ്ട്, ദേ ആർ ഫൗണ്ട് ഇൻ ഗ്രൂപ്പ് 3 to 12 ഓഫ് ദ പീരിയോഡിക് ടേബിൾ. പീരിയോഡിക് ടേബിൾ എവിടെയാണ് ഇവർ കാണുന്നത്, മിഡിലായിട്ടാണ് കാണുന്നത്. അത് എവിടെയാണ്, 3 to 12 ആണ്. ഓക്കെ, ദേ ഫോം കളേർഡ് കോമ്പൗണ്ട്സ്. അവർ ഫോം ചെയ്യുന്ന കോമ്പൗണ്ട്സ് എന്താണ്, കളേർഡ് കോമ്പൗണ്ട്സ് ആണ്. They form colored compounds and they show different oxidation state. അവരെന്ത് കാണിക്കുന്നുണ്ട്, പലതരം ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്. അതായത് ഡി ബ്ലോക്കത്തെ ഒരു എലമെന്റ് തന്നെ എന്ത് കാണിക്കുന്നുണ്ട്, പല ഓക്സിഡേഷൻ സ്റ്റേറ്റും കാണിക്കുന്നുണ്ട്. അതിന് എക്സാമ്പിൾ ഒക്കെ നോക്കാനുണ്ട്. ഇതിൽ കളേർഡ് കോമ്പൗണ്ട്സ് നമ്മുടെ ഒന്ന് നോക്കാനുണ്ട്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റും കൂടി നമുക്ക് ഒരു എന്താ പറയുക സ്പെഷ്യൽ കേസായിട്ട് പറയാനുണ്ട്. ഓക്കെ, അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു രണ്ട് കാര്യം നമുക്ക് ഇനിയും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാനുണ്ട്. ബാക്കിയുള്ളത് ഒന്നും കൂടി മനസ്സിലാക്കി വെക്കാം. ഇതാണ് നമ്മുടെ ഡി ബ്ലോക്ക് എലമെന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പ്രോപ്പർട്ടീസ്. മാത്രമല്ല ഡി ബ്ലോക്ക് എലമെന്റ്സിൽ എന്തൊക്കെയുണ്ട്, മെറ്റൽസ് ഉണ്ട്. ഓക്കെ, ഇതിൽ മെറ്റൽസ് ഉണ്ട്. അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ക്ലിയർ അല്ലേ? നമ്മൾ എന്ത് പറഞ്ഞു, നമ്മുടെ ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ത് കാണിക്കുന്നുണ്ട്, വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അതായത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് വേരിയബിൾ ചെയ്യുന്നുണ്ട്. അതായത് ഒരേ എലമെന്റ് തന്നെ കുറേ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്. അതിനൊരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുന്നു അയൺ, Fe നമ്മുടെ FeCl2 FeCl3. ഇതിൽ രണ്ടിലും Feയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, മാറുന്നുണ്ട്. അതായത് ഇത് ഒരു ഡി ബ്ലോക്ക് എലമെന്റ് ആണ്, ഇതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാറുന്നുണ്ട്. അതെങ്ങനെയാണ് നോക്കാം. അത് നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് അറിയേണ്ടത് ക്ലോറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് -1 ആണ്. അതുപോലെ ഓക്സിജൻ്റെതും ഓർത്ത് വെക്കുക, ഓക്സിജൻ്റെത് -2 ആണ്. ഓക്കെ, ക്ലോറിൻ്റെത് എങ്ങനെയാണ് -1 ആയത്, ക്ലോറിൻ്റെ അറ്റോമിക് നമ്പർ 287 ആണ്. ഇവിടെ ഒരു ഇലക്ട്രോണിൻ്റെ കുറവാണ്. ഒരു ഇലക്ട്രോൺ കിട്ടിക്കഴിഞ്ഞാൽ ആര് ഇത് ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ കുറവ് -1 ആണ്. അങ്ങനെയാണ് ക്ലോറിന് -1 എന്ത് വരുന്നത്, ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത്. ക്ലോറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇവിടെ മാറുന്നില്ല. ആരുടെ മാറുന്നത്, Feയുടെ മാത്രമാണ് മാറുന്നത്. നമുക്ക് ഈ അറിയാത്ത ഒരു എലമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അറിയില്ലെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും, എക്സ് കൊടുക്കും. ഇത് നമുക്കറിയില്ല, Feയുടെ നമുക്കറിയില്ല, ക്ലോറിൻ്റെ നമുക്കറിയാം. ഓക്കെ, -1 × 2. അത് 2 ക്ലോറിനാണുള്ളത്, ഒരു ക്ലോറിൻ്റെതാണ് -1. അതായത് that is equal to 0. X plus -2 is equal to 0. എക്സ് ഇവിടെ വെക്കുന്നു, -2 അപ്പുറം പോകുന്ന സമയത്ത് എന്താവും, എക്സ് ഈസ് ഈക്വൽ ടു 2. അതായത് ഇവിടെ Feയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്, 2 ആണ്, +2 ആണ്. ഇവിടെ എന്താവും, FeCl2 x plus -3 × 1 is equal to 0. അതായത് എക്സ് പ്ലസ് -3 ഈസ് ഈക്വൽ ടു 0. എക്സ് ഇവിടെ വെച്ചിട്ട് നമ്മൾ 3 ആ സൈഡ് കൊണ്ടുപോകുന്ന സമയത്ത് -3 എന്താവും, +3 ആവും. അതായത് എക്സ് ഈസ് ഈക്വൽ ടു +3. അതായത് Fe തന്നെ 2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്, +2 മാത്രമല്ല +3യും കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഓക്സിഡേഷൻ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയാലോ. ഇത് നമ്മൾ ഇന്ന് എഴുതാൻ പോകുന്നത് സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ Feയുടെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കാം. അതുകൊണ്ട് Feയുടെ ശരിക്കുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്രയാണ്, 2s ആണ്, 26 ആണ്. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതല്, 1s2 2s2 2p6 3s2 3p6 4s2 and 3d6. ഇതാണ് ശരിക്കുള്ള എന്താണ് Feയുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു Fe എന്ത് സ്റ്റേറ്റ് കാണിച്ചു, Fe2+ കാണിച്ചു, Fe3+ കാണിച്ചു. അതായത് ഇവിടെ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നത്, വിട്ടുകൊടുക്കുകയാണ്. അതുകൊണ്ടാണ് 2 ഇലക്ട്രോൺസ് നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ടാണ് ഇവർക്ക് 2+ എന്ന് വരുന്നത്. അതുകൊണ്ട് ആരും തെറ്റിച്ച് എഴുതാൻ പാടില്ല. Fe2+ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, 2 ഇലക്ട്രോൺസ് വിട്ടുകൊടുത്തു. അപ്പോൾ എവിടെ നിന്നായിരിക്കും നമ്മൾ ഇലക്ട്രോൺസ് പോവുക, ഫസ്റ്റ് പോവുക ഇവിടെ നിന്നാണ്. അതായത് 4s2 ഇതിലത്തെ ഇന്നർമോസ്റ്റ് സ്ഥലത്തിൽ 2 ഇലക്ട്രോൺസ് ആണ് ഫസ്റ്റ് പോവുക. നമ്മൾ എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ഈ ഡിയിൽ നിന്ന് നമ്മൾ നഷ്ടപ്പെടുത്താൻ ചാൻസ് ഉണ്ട്. അതായത് നമ്മൾ എന്ത് ചെയ്യും, 3d4 എഴുതാനുള്ള സാധ്യതയുണ്ട്. അത് തെറ്റാണ്. നമ്മൾ എവിടെ നിന്നാണ് ഇലക്ട്രോൺസ് ഇതാക്കുന്നുള്ളത്, 4s2 എന്നാണ് നമ്മൾ ഇലക്ട്രോൺസ് ലൂസ് ചെയ്യുന്നത്. അപ്പോൾ Fe2+ എഴുതുമ്പോൾ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് വരുന്നത്, 1s2 2s2 2p6 3s2 3p6 and 3d6. ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് Fe2+. 2 ഇലക്ട്രോൺസ് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഇവിടെയാണെങ്കിൽ എന്ത് ചെയ്യും, ഇവിടെയാണെങ്കിൽ 1s2
2s2 2p6 3s2 3p6. ഇനി എന്ത് ചെയ്യണം? ഇവിടെ 2 ഇലക്ട്രോൺസ് പോയി കഴിഞ്ഞു. ഇനി ഒരു ഇലക്ട്രോണും കൂടി ഇവിടെ നഷ്ടപ്പെടാനുണ്ട്. അത് എവിടുന്ന് പോകും? നമ്മുടെ ഇവിടുന്ന് പോകും. ഒന്ന് ഇവിടുന്ന് പോകും. അപ്പോൾ എന്താവും? 3d5. ഇങ്ങനെയാണ് നമ്മൾ എന്ത് എഴുതുന്നത്? സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് Fe2+ ആൻഡ് Fe3+. Fe2+ എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും ഇലക്ട്രോൺ, 2 ഇലക്ട്രോൺ ആർക്ക് നഷ്ടപ്പെടുന്നുണ്ട്? Feക്ക് നഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് എഴുതുന്നത്? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മാംഗനീസിന്റെ കേസാണ്. മാംഗനീസും ഒരു ഡി ബ്ലോക്ക് എലമെന്റ് ആണ്. അതും ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്. അതായത് MnO2 Mn2O7 MnCl2 ഇതിലെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മാംഗനീസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇതൊരു ഡി ബ്ലോക്ക് എലമെന്റ് ആയതുകൊണ്ട് മാംഗനീസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതായത് ഇവിടെ നമ്മൾക്ക് മാംഗനീസ് അറിയാത്തതുകൊണ്ട് നമ്മൾ എക്സ് ആഡ് ചെയ്യുന്നത്. എക്സ് പ്ലസ് 0 ഓക്സിജൻ്റെ 2 ആണ്. 2 × -2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് നമ്മുടെ ഓക്സിജൻ്റെ എന്താണ്? -2 ആണ്. അപ്പോൾ എക്സ് പ്ലസ് -4 = 0. അപ്പോൾ എക്സ് എന്തായിരിക്കും? +4 ആണ്. നമ്മുടെ ഇവിടുത്തെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് മാംഗനീസ് +4 ആണ്. ഇവിടെ എന്ത് സംഭവിക്കും? 2x ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. 2x പ്ലസ് എന്തുകൊണ്ടാണ് 2x? അത് മാംഗനീസ് 2 ആണുള്ളത് ഇവിടെ. മാംഗനീസ് 2 ഉള്ളതുകൊണ്ട് 2x ആഡ് ചെയ്യുന്നുണ്ട്. പ്ലസ് 7 × -2 ഓക്സിജൻ -2 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പോൾ 2x പ്ലസ് -14 = 0. അങ്ങനെയാണെങ്കിൽ 2x -14 ഈ സൈഡിലെത്തുമ്പോൾ +14 ആവും. അപ്പോൾ x = 14 / 2 = 7. നമ്മുടെ ആൻസർ 7 ആണ്. +7. മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +7 ആണ്. ഇനി ഇവിടെ എന്ത് സംഭവിക്കും? എക്സ് പ്ലസ് -2 × 1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മുടെ ക്ലോറിൻ്റെതാണെങ്കിൽ -1 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. -1 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പോൾ എക്സ് പ്ലസ് -2 = 0. അങ്ങനെയാണെങ്കിൽ x = +2. നമ്മുടെ മാംഗനീസ് തന്നെ ഡിഫറെൻറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്. +2 കാണിക്കുന്നുണ്ട്, +7 കാണിക്കുന്നുണ്ട്, +4 കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കാം. മാംഗനീസിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണമെങ്കിൽ നമുക്ക് മാംഗനീസ് 25 ആണ്. 1s2 2s2 2p6 3s2 3p6 4s2 ആൻഡ് 3d5. മാംഗനീസിൻ്റെ Mn2+ ആ സമയത്ത് എന്തായിരിക്കും ഇതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്? നമ്മൾ ഇവിടുന്നാണ് ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്യുക. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം? ഇത് എഴുതാതിരുന്നാൽ നമ്മൾ ഈ Mn2+ൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്കായി. അതായത് നമ്മൾ എങ്ങനെ എഴുതും? 1s2 2s2 2p6 3s2 3p6 ആൻഡ് 3d5. നമ്മളിവിടെ 2 ഇലക്ട്രോൺ ലോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ ഇലക്ട്രോൺ ആണ് ഇവിടെ നമ്മൾ എഴുതാവുന്നത്. നെക്സ്റ്റ് Mn7+. ആ സമയത്ത് എന്ത് സംഭവിക്കും? Mn7+, അതായത് ഓൾറെഡി ഇവിടെ 2 എണ്ണം പോയി കഴിഞ്ഞു. ഇവിടെ 5 ഉണ്ട്. അത് 2 പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തായി? Mn7+ ആയി. 7 ഇലക്ട്രോൺ ലോസ് ചെയ്തു. അതായത് Mn7+. അപ്പോൾ എന്തായി? 1s2 2s2 2p6 3s2 3p6. ഇങ്ങനെയാണ് നമ്മൾ എന്ത് എഴുതുന്നത്? സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത്. ഇങ്ങനെയാണ്, വളരെ സിമ്പിളാണ്. ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്താണ്? കളേർഡ് കോമ്പൗണ്ട്സ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അങ്ങനെ കുറച്ച് കോമ്പൗണ്ട്സിന് നമുക്ക് നോക്കാം. ഇതിൽ കോപ്പർ സൾഫേറ്റ്, ഇതൊരു ഡി ബ്ലോക്ക് എലമെന്റ് ആണ്. അതായത് ഡി ബ്ലോക്കിലത്തെ എലമെന്റ് ആണ് കോപ്പർ സൾഫേറ്റ് എന്ന് പറയുന്നത്. കോപ്പർ അറിയാലോ, Cu. അത് ഡി ബ്ലോക്ക് എലമെന്റ് ആണ്. ഇതിന്റെ കുറച്ച് കോമ്പൗണ്ട്സ് ആണ്. കോപ്പർ സൾഫേറ്റിന്റെ കളർ എന്താണ്? ബ്ലൂ ആണ്. നമ്മുടെ കോപ്പർ സൾഫേറ്റിന്റെ കളർ ബ്ലൂ ആണ്. ഇനി കൊബാൾട്ട് നൈട്രേറ്റ് ആണെങ്കിലും അതും ഒരു ഡി ബ്ലോക്ക് കോമ്പൗണ്ട് ആണ്. അതിനും എന്താണ്? അതും ബ്ലൂ ആണ്. ഇനി പൊട്ടാസ്യം പെർമാംഗനേറ്റ്, അതിൻ്റെ കളർ പർപ്പിൾ ആണ്. പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ കളർ. അത് നമ്മൾ ഓൾറെഡി നമ്മൾ ലാബിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണുന്ന സാധനമാണ് ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റ്. ഒരു ക്രിസ്റ്റൽ പോലത്തെ സാധനമാണ് നമ്മുടെ പൊട്ടാസ്യം പെർമാംഗനേറ്റ്. ഇതിൻ്റെ കളർ എന്താണ്? പർപ്പിൾ ആണ്. ഇനി ഫെറസ് സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈറ്റ് ഗ്രീൻ കളറാണ് നമ്മുടെ ഫെറസ് സൾഫേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് പഠിക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ്.
വൺ വേർഡിനൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇതിൽ കൊബാൾട്ട് നൈട്രേറ്റും കോപ്പർ സൾഫേറ്റും എന്താണ്? അത് രണ്ടും ബ്ലൂ ആണ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് പി പർപ്പിൾ ആണ്. ഫെറസ് സൾഫേറ്റ് എന്താണ്? ഗ്രീൻ കളറാണ്, ലൈറ്റ് ഗ്രീൻ കളറാണ്. ഇതാണ് നമ്മുടെ എന്ത് ഡി ബ്ലോക്ക് എലമെന്റ്സ് വിച്ച് ആർ ഫോമിങ് ദ കളേർഡ് കോമ്പൗണ്ട്സ്. ഇതൊക്കെയാണ് ഡി ബ്ലോക്കിലെ കുറച്ച് കളേർഡ് കോമ്പൗണ്ട്സ്. ഈസി അല്ലേ? ഇത് നമ്മൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് കോമൺ ആയിട്ട് കണ്ട സാധനമാണ്. കോപ്പർ സൾഫേറ്റും കൊബാൾട്ട് നൈട്രേറ്റും അതിന്റെ കളർ എന്താണ്? ബ്ലൂ ആണ്. ഇത് രണ്ടും ബ്ലൂ ആണ്. പിന്നീട് ഫെറസ് സൾഫേറ്റ് അതെന്താ ഉള്ളത്? അത് ലൈറ്റ് ഗ്രീൻ കളറാണ്. ഓക്കെ, ഇതാണ് നമുക്ക് ഡി ബ്ലോക്ക് എലമെന്റ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എഫ് ബ്ലോക്ക് എലമെന്റ് ആണ്. SP, D കഴിഞ്ഞു. നെക്സ്റ്റ് ലാസ്റ്റ് ബ്ലോക്ക് ആണ്. നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിന്റെ എൻഡിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ ലാസ്റ്റ് പോയിന്റ് ഇതാണ്, എഫ് ബ്ലോക്ക് എലമെന്റ്സ്. എഫ് ബ്ലോക്ക് എലമെന്റ്സ് എവിടെയാണ് കണ്ടത്? നമ്മുടെ ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ താഴെയാണ് നമ്മുടെ എഫ് ബ്ലോക്ക് എലമെന്റ്സ്. ആക്ടിനോയിഡ്സും ലാന്തനോയിഡ്സും ഒക്കെ വരുന്ന ആ ബ്ലോക്കാണ് നമ്മുടെ എഫ് ബ്ലോക്ക് എലമെന്റ്സ്. ഇതിൽ എന്താണ് ലാസ്റ്റ് ഇലക്ട്രോൺ എവിടെയാണ് ഫില്ല് ചെയ്യുന്നത്? നമ്മുടെ എഫ് ബ്ലോക്ക് എഫ് സബ്ഷെല്ലിലാണ് ഫില്ല് ചെയ്യുന്നത്. ഇനി നോക്കാം കുറച്ച് പ്രോപ്പർട്ടീസ്. ദിസ് ഷോസ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അതായത് ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആര് കാണിക്കുന്നുണ്ട്? നമ്മുടെ എഫ് ബ്ലോക്ക് എലമെന്റ്സ് കാണിക്കുന്നുണ്ട്. ആരെ പോലെ? ഡി ബ്ലോക്ക് എലമെന്റ്സിനെ പോലെ തന്നെ ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മുടെ എഫ് ബ്ലോക്ക് എലമെന്റ്സ് കാണിക്കുന്നുണ്ട്. മോസ്റ്റ് ആക്ടിനോയിഡ്സ് ആർ റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ്. ഇതിലെ ആക്ടിനോയിഡ്സ് എന്താണ്? ആക്ടിനോയിഡ്സ് ഇതൊക്കെ നമ്മുടെ റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ് ആണ്. അതിൽ മോസ്റ്റ് ആക്ടിനോയിഡ്സ് എന്താണ്? റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ്. യുറാനിയം, തോറിയം, പ്ലൂട്ടോണിയം ഇതൊക്കെ എന്താണ്? ന്യൂക്ലിയർ റിയാക്ടേഴ്സിന്റെ ഫ്യൂവലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ എഫ് ബ്ലോക്ക് എലമെന്റ്സ് ആണ്. യുറാനിയം, തോറിയം, പ്ലൂട്ടോണിയം. ഇനി കാറ്റലിസ്റ്റ് ഇൻ പെട്രോളിയം ഇൻഡസ്ട്രീസ്. കാറ്റലിസ്റ്റ് പറഞ്ഞാൽ നമ്മുടെ റിയാക്ഷൻ റേറ്റ് കൂട്ടാനോ കുറക്കാനോ യൂസ് ചെയ്യുന്ന സാധനമാണ് നമ്മുടെ കാറ്റലിസ്റ്റ്. അത് പെട്രോളിയം ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ കുറച്ച് എലമെന്റ്സ് എവിടെ ഉണ്ട്? നമ്മുടെ എഫ് ബ്ലോക്ക് എലമെന്റ്സിൽ കാണുന്നുണ്ട്. അപ്പോൾ ഈ ചാപ്റ്റർ അങ്ങനെ കഴിഞ്ഞിരിക്കുന്നു. കുറേ ഇമ്പോർട്ടൻറ്റ് കാര്യം നമ്മൾ ഇതിലൂടെ ചർച്ച ചെയ്തിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നമ്മുടെ കോപ്പറിൻ്റെയും ക്രോമിയത്തിൻ്റെ സ്പെഷ്യൽ കേസ് പറഞ്ഞതും, പിന്നെ ക്രിപ്റ്റൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയതും, പിന്നെ എന്താണ് Fe അതുപോലെ Mn, അതായത് ഡിഫറെൻറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണുന്നതും, അതൊക്കെയാണ് ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ വളരെയധികം സിമ്പിളാണ്. കുറച്ച് കൺസെപ്റ്റ്സ് മാത്രമേ ഇതിൽ പഠിക്കാനുള്ളൂ. അത് കുറച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഇതിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നമ്മൾ കുറേ കാര്യം പഠിച്ചു. എസ് ബ്ലോക്കിൻ്റെയും PDF ഇതിൻ്റെ ഒക്കെ ക്യാരക്ടറിസ്റ്റിക്സ്, പ്രോപ്പർട്ടീസ് ഇതൊക്കെ പൊതുവെ എക്സാമിന് ചോദിക്കുന്നതാണ്. അതുകൊണ്ട് ഇത് എക്സാമിന് നന്നായിട്ട് പഠിച്ചിട്ട് പോകാം. എന്തായാലും എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടട്ടെ.